നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി പുതിയ മാർഗരേഖ പുറത്തിറക്കി. ദയാഹർജി തീർപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ വധശിക്ഷ റദ്ദാക്കാൻ കഴിയുമെന്ന് സുപ്രീം കോടതി. പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശം ശരിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും രമേശ് ചെന്നിത്തല. ശബരിമല വികസനം 2014 ഒക്ടോബർ മാസത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം പി കെ കുമാരൻ. റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഫെബ്രുവരി 16 മുതൽ 23 വരെയാണ് കൺവെൻഷൻ. ഞാൻ പ്രവീൺ തോമസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വധശിക്ഷ നടപ്പാക്കുന്നതിന് സുപ്രീം കോടതി പുതിയ മാർഗരേഖ പുറത്തിറക്കി. ദയാഹർജി തീർപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ വധശിക്ഷ റദ്ദാക്കാൻ കഴിയുമെന്ന് പുതിയ നിർദ്ദേശത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ വിധി. വിധി പുറപ്പെടുവിച്ചതിന്റെ പുറമെ വീരപ്പന്റെ കൂട്ടാളികൾ ഉൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 15 പേരുടെ ശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഈ വിധി രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനെ ബാധിക്കും. മാനസിക വൈകല്യമുള്ള കുറ്റവാളികളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ ഏകാന്ത തടവ് ഭരണഘടനാ വിരുദ്ധമാണ്. ദയാഹർജിയിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടാകാൻ പാടില്ല. ദയാഹർജി തള്ളുകയാണെങ്കിൽ 14 ദിവസത്തിനകം വധശിക്ഷ നടപ്പിലാക്കണം. ദയാഹർജി തള്ളുന്ന മുറയ്ക്ക് പ്രതികളുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിക്കണം. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് പ്രതിക്ക് കുടുംബാംഗങ്ങളെ കാണുവാനുള്ള അവസരം കൊടുക്കണം. കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്ക് നിയമസഹായത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പരമോന്നത നീതിപീഠം വ്യക്തമാക്കി. പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശം ശരിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭയിലാണ് ചെന്നിത്തല ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് VS സുനിൽകുമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അധികാരം ദുർവിനിയോഗം നടത്തി സർക്കാർ കേസ് എഴുതി തള്ളാൻ ശ്രമിക്കുകയാണെന്ന് സുനിൽകുമാർ ആരോപിച്ചു. കേസിലെ 23 സാക്ഷിയായ അന്നത്തെ ധനമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയെ വിചാരണാഘട്ടത്തിൽ കേസിൽ പ്രതി ചേർക്കാമെന്ന സാധ്യത ഉണ്ടായിരിക്കെ സർക്കാർ കേസ് എഴുതി തള്ളാൻ ശ്രമിക്കുകയാണെന്നും സുനിൽകുമാർ ആരോപിച്ചു. എന്നാൽ പാമോലിൻ കേസിൽ അഴിമതിയില്ലെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി ചെന്നിത്തല പറഞ്ഞു. ഇടപാടിൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ലെന്നും ഖജനാവിന് നഷ്ടമുണ്ടാകാത്ത കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി മുന്നോട്ടു പോകേണ്ട കാര്യമില്ലെന്നതുകൊണ്ടാണ് കേസ് എഴുതി തള്ളാൻ തീരുമാനിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. പാമോലിൻ കേസ് സംബന്ധിച്ച് തൃശൂർ വിജിലൻസ് കോടതി പരാമർശങ്ങൾ ശരിയല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ചെന്നിത്തല അറിയിച്ചു. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന സ്കിൽ ആൻഡ് പ്ലേസ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലും കോർഡിനേറ്റർമാരെ നിയോഗിക്കുന്നു. കരാറടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ റെഗുലറായി MSW ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 21-നും 30-നും മധ്യയായിരിക്കണം. പ്രതിമാസം 12,000 രൂപ വേതനം നൽകും. ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷകൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ പത്തനംതിട്ട എന്ന വിലാസത്തിൽ 31-ാം തീയതിക്ക് മുൻപായി അയക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 046822221807. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. കൂടുതൽ വാർത്തകളിലേക്ക്. ശബരിമലയിൽ 2014 ഒക്ടോബർ മാസത്തിന് മുൻപ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി കെ കുമാരൻ പറഞ്ഞു. ഹൈപവർ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്യൂവേജ് പ്ലാന്റും റോപ്പ് വേയും നിർമ്മിക്കുമെന്നും പി കെ കുമാരൻ സിറ്റി ന്യൂസിനെ അറിയിച്ചു.
ശബരിമലയിൽ അടുത്ത ഒക്ടോബർ മാസത്തിന് മുമ്പായി തന്നെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി.കെ. കുമാരൻ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. തച്ചുശാസ്ത്ര വിദഗ്ധൻ, ജ്യോതിഷ പണ്ഡിതർ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ നടക്കുക. ഇപ്പോഴത്തെ ചില ക്രമീകരണങ്ങൾ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും പി.കെ. കുമാരൻ അറിയിച്ചു. തച്ചുശാസ്ത്ര വിദഗ്ധന്മാരുടെയും ജ്യോതിഷന്മാരുടെയും ഒക്കെ യോഗങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. അത് പ്രധാനമായിട്ടും ശബരിമലയിലെ ഇന്നുള്ള ചില ക്രമീകരണങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ പൊളിച്ചു നീക്കി അവിടെയെല്ലാം പുതിയ രീതിയിൽ സ്ഥാപനങ്ങളെല്ലാം നിർമ്മിച്ച് തിടപ്പള്ളിയും അതുപോലെ ദേവസ്വം ഓഫീസും ഗസ്റ്റ് ഹൗസുകളും എല്ലാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളുണ്ട്. പ്രധാനമായും മാളികപ്പുറം കേന്ദ്രീകരിച്ചുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ തിടപ്പള്ളി, ഗസ്റ്റ് ഹൗസ് എന്നിവ പുതിയതായി നിർമ്മിക്കും. മാളികപ്പുറം കേന്ദ്രീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പി.കെ. കുമാരൻ അറിയിച്ചു. ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുവാൻ റോപ്പ് വേ നിർമ്മിക്കും. തുടർന്ന് ഹൈപ്പവർ കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ സന്നിധാനത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള റോപ്പ് വേ നിർമ്മിക്കുന്നതിനുള്ള നടപടികളുണ്ട്. മാലിന്യ സംസ്കരണത്തിന് സീവേജ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായും ഒക്ടോബർ മാസത്തോടെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി സീവേജ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനം മകരവിളക്ക് ദിവസം തന്നെയാണ്, മണ്ഡല മകരവിളക്ക് ദിവസം തന്നെയാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 23-24 കോടി രൂപയോളം ചെലവ് വരുന്ന ആ പദ്ധതിയും ഒരു 1.5 വർഷം സമയമെടുക്കുമെങ്കിലും ഒക്ടോബർ മാസത്തോട് പൂർത്തീകരിക്കാമെന്നാണ് അതിന്റെ കോൺട്രാക്ട് പിടിച്ചിട്ടുള്ള ആളുകളും ഉറപ്പ് വന്നിട്ടുള്ളത്. കുറവുകളും കുറ്റങ്ങളും ഇല്ലാതെ, പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞതിൽ അഭിമാനിക്കാൻ വകയുണ്ടെന്നും പി.കെ. കുമാരൻ പറഞ്ഞു. റാന്നി പെരുന്നാട് കോയിക്കൽ ക്ഷേത്രത്തിലായിരുന്നു സിറ്റി ന്യൂസുമായി പി.കെ. കുമാരൻ സംസാരിച്ചത്. സിറ്റി ന്യൂസ്, റാന്നി. പെരുന്നാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഭക്തിനിർഭരമായ വരവേൽപ്പ് നൽകി. 100 കണക്കിന് ഭക്തരാണ് തിരുവാഭരണം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. മകരസംക്രമ സന്ധ്യയിൽ കാനനവാസന അണിയിച്ച ആഭരണങ്ങൾ ദർശിക്കാൻ പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയിരങ്ങളെത്തി. രാവിലെ 9 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രവർത്തകരും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ചേർന്ന ഘോഷയാത്രയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്നു. തുടർന്ന് ഭക്തർക്ക് ദർശനം നൽകും. പുലർച്ചെ 2 വരെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ശബരിമലയിൽ ദർശനത്തിന് സ്ത്രീകൾക്ക് വിലക്കുള്ളതിനാൽ പെരുന്നാട് ക്ഷേത്രത്തിലെത്തിയാണ് അവർ തിരുവാഭരണം ചാർത്തിയ തങ്കവിഗ്രഹം ദർശിക്കുന്നത്. അതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പെരുന്നാട് ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. പുലർച്ചെ 2 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര കീക്കഴൂർ, പേരൂച്ചാൽ, ഇടക്കുളം, മൂക്കന്നൂർ വഴി പുതിയകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. സ്പെഷ്യൽ ഓഫീസർ ജി ബൈജു, ഡിവൈഎസ്പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സായുധ പോലീസ് സംഘം, മെഡിക്കൽ ടീം എന്നിവയും ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെരുമ്പുഴയിൽ ബസ്സുകൾ തടഞ്ഞു. പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തതിനെതിരെ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇട്ടിയപ്പാറയിലെത്തുന്ന ബസ്സുകൾ പെരുമ്പുഴ സ്റ്റാൻഡിലെത്തണമെന്ന ഹൈക്കോടതി വിധി ലംഘിക്കുന്ന ബസ്സുകളെപ്പറ്റി സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി വാർത്ത വന്ന മണിക്കൂറിനകം നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെരുമ്പുഴയിൽ ബസ്സുകൾ തടഞ്ഞു. സ്റ്റാൻഡിനുള്ളിൽ കടക്കാൻ കൂട്ടാക്കാത്ത ബസ്സുകൾ പോലീസ് സഹായത്തോടുകൂടി സ്റ്റാൻഡിനുള്ളിൽ കടത്തിവിട്ടു. ബസ്സുകളെ നിരീക്ഷിക്കാനും നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ പിഴ ശിക്ഷ ഈടാക്കാനും ട്രാഫിക് ഡ്യൂട്ടിക്കായി പോലീസുകാരെ നിയമിച്ചു. ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കണമെന്ന പോസ്റ്ററും എല്ലാ ബസ്സിലും പതിപ്പിച്ചു. ഇതൊരു സൂചനാ സമരമാണെന്നും വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അനൂപ്, CPM നേതാവ് KR പ്രകാശ് എന്നിവർ സിറ്റി ന്യൂസിനെ അറിയിച്ചു. KSRTC ബസ്സുകളാണ് കൂടുതലായി ഈ സ്റ്റാൻഡിൽ കയറാത്തത്. ഞങ്ങൾ പല പ്രാവശ്യം സമരം ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ദിവസങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇതിന് കാര്യക്ഷമമായ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് അധികൃതരോ RTOയോ തയ്യാറായിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇത് CPMഉം DYFI സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ഒരു സൂചനയായിട്ട് വരുന്ന ബസ്സുകളിൽ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ സമരം കൂടുതൽ ശക്തമാവും, രൂക്ഷമാവും. ബസ്സുകൾ ഇവിടെ തടഞ്ഞിടും. ഇതിനെതിരെ ഈ കയറാത്ത ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാതെ ഈ ബസ്സുകൾ ഞങ്ങൾ പുറത്തേക്ക് വിടില്ല. ഈ രീതിയിലുള്ള ഒരു സമരം ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശരണ്യ ബസ് അത് നിർബന്ധമായി ഇവിടെ കയറുന്നില്ല എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് ഉള്ള ഒരു പ്രതിഭാസമാണ്. പിന്നെ KSRTC ബസ് കയറുന്നേ ഇല്ല. അപ്പോൾ ഞങ്ങൾ സമരം തുടങ്ങി ഇന്നലെ തന്നെ സമരത്തിൻ്റെ സൂചന എന്ന രീതിയിൽ ചാനലുകളൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് സൂചന സമരം ആരംഭിച്ച സമയത്ത് പോലീസ് ഇവിടെ വന്നു നിന്ന് വാഹനങ്ങൾ കയറ്റിവിടുന്നൊരവസ്ഥയാണ്. വാഹനങ്ങൾ വരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇനി മാമുക്ക് പ്രദേശത്തോ അല്ലെങ്കിൽ ഇറ്റപ്പാറയോ പോയി വാഹനങ്ങൾ തടഞ്ഞ് അതിനെയും കൊണ്ട് ഞങ്ങൾ ഇക്കരെ സ്റ്റാൻഡിൽ കയറും. തന്നെയല്ല ഈ
ഈ സമരം ഒരു നിസ്സാരമായി കാണരുത്. ഇത് CPM-ൻ്റെ കൂടെ ഭാഗത്തു നിന്നുള്ള ഒരു എല്ലാവിധ സഹായവും ഇതിനകത്തുണ്ട്. സമരം അതിശക്തമായി തന്നെ ഇതിൻ്റെ അവസാനം എന്തെന്നുള്ളത് കാണുക തന്നെ ഞങ്ങൾ ചെയ്യും, യാതൊരു സംശയവും. സിറ്റി ന്യൂസ് റാന്നി. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് പരിക്കേറ്റ യുവതി KSEB അധികൃതരുടെ കനിവ് കാത്തു കഴിയുന്നു. അത്തിക്കയം തോണിക്കടവ് മാലൂർ വീട്ടിൽ സുമയാണ് KSEB അധികൃതർക്ക് നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. അത്തിക്കയം തോണിക്കടവ് മാലൂർ വീട്ടിൽ സുമയാണ് വൈദ്യുതി പോസ്റ്റ് ദേഹത്ത് വീണ് പരിക്കുപറ്റി അധികൃതരുടെ കനിവ് കാത്ത് കഴിയുന്നത്. 2013 ജൂണിലെ ഒരു മഴ സമയത്താണ് സുമയുടെ ജീവിതം മാറ്റിമറിച്ച സംഭവമുണ്ടായത്. അത്തിക്കയം പാലത്തിൽ കൂടി നടന്നു വന്ന സമയത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് സുമയുടെ ദേഹത്ത് വീഴുകയായിരുന്നു. നല്ല മഴയുണ്ടായതിനാൽ ലൈനിലെ വൈദ്യുതി ഓഫ് ചെയ്തിരുന്നു. അതിനാൽ വൻ ദുരന്തത്തിൽ നിന്നുമാണ് അന്ന് രക്ഷപ്പെട്ടതെന്ന് സുമ ഞെട്ടലോടെ ഓർക്കുന്നു. അത്തിക്കയത്തിൽ നിന്ന് അറയ്ക്കവണിയിലോട്ട് വരുമ്പോൾ കാറ്റും മഴയുണ്ടായിരുന്നു. 24/6/2013 അതായത് സംഭവം. ഞാൻ നടന്നു വരുമ്പോൾ മരം ഓടിയെന്ന് കണ്ടു. തിരിച്ചോടി മാറി പോയപ്പോഴേ മരം ലൈനിലോട്ട് വീണു. ലൈൻ മുറിഞ്ഞു. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടാണ്. അന്നത്തെ വീഴ്ചയിൽ സുമയുടെ വലതുകാലിലെ ചിരട്ട പൊട്ടുകയും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയും ചെയ്തു. അരയ്ക്ക് താഴോട്ട് തളർന്ന നിലയിലായിരുന്നു. ഏറെ നാൾ അനങ്ങാൻ പോലും വയ്യാതെ കട്ടിലിൽ തന്നെ കിടപ്പായിരുന്ന സുമയെ വിവിധ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ചെറുതായെങ്കിലും ഇന്ന് നടക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ ചികിത്സയ്ക്ക് നല്ലൊരു തുക ചെലവായി. തുടർന്നുള്ള ചികിത്സയ്ക്ക് പണമില്ലാതെ കഴിയുകയാണ് സുമ ഇപ്പോൾ. ചികിത്സ 4 മാസം ചികിത്സയില ഇപ്പോഴും മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് പാടാം. ഒരു സ്റ്റെപ്പ് കയറണേ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. വണ്ടി യാത്ര ചെയ്യാനും ഒന്നും പറ്റത്തില്ല. തൊഴിലുറപ്പ് ജോലി ചെയ്ത് ഉപജീവനമാർഗം നടത്തിയിരുന്ന സുമയ്ക്ക് ഇപ്പോൾ ഭർത്താവ് കൂലിവേല ചെയ്തു കൊണ്ടുവരുന്നത് മാത്രമാണ് ഏക വരുമാനം. ഇനി ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പറ്റി. അത് പിന്നെ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ പിള്ളേരും കൊണ്ടുവന്ന് തരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കഴിയുന്നു. ഒത്തിരി രൂപ ചിലവ് വന്നിട്ടുണ്ട്. എല്ലാം ഇപ്പോഴും ചികിത്സയല്ല, എല്ലാം കടബാധ്യത കൊണ്ട് മേടിച്ചാൽ ഇതെല്ലാം ചികിത്സിച്ചത്. വൈദ്യുതി പോസ്റ്റ് വീണതിനാൽ KSEBയിലും തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലും ഓംബുഡ്സ്മാനും പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സുമ പറഞ്ഞു. വടശ്ശേരിക്കര ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുത്തു. പിന്നെ കൊച്ചി ഓംബുഡ്സ്മാന് കൊടുത്തു, എറണാകുളം. പിന്നെ ഇപ്പം പാട്ടടത്തും വൈദ്യുതി ഭവനിലും കൊടുത്തിട്ടുണ്ട്. ഇതേവരെ യാതൊരു വിവരങ്ങളും കിട്ടിയിട്ടില്ല. പിന്നെ പെരുന്നാട് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നു. അവർക്ക് ഇലക്ട്രിസിറ്റിയുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ നിവൃത്തിയില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഇതേവരെ എങ്ങൊന്നും ഒരു സഹായങ്ങളും കിട്ടിയിട്ടില്ല. അന്വേഷിക്കാൻ പോലും ആരും വന്നിട്ടില്ല. മനഃപൂർവ്വമല്ലെങ്കിലും തനിക്കുണ്ടായ ദുരന്തത്തിന് സുമയാരെയും കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിലും KSEB അധികൃതർ സഹായവുമായി എന്നെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയുടെ വെളിച്ചവുമായി കാലം കഴിയുകയാണ് സുമ ഇപ്പോൾ. സിറ്റി ന്യൂസ് റാന്നി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പെരുന്നാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പണികഴിപ്പിച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ദേവസ്വം ബോർഡ് മെമ്പർ PK കുമാരൻ XMLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ച വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നടപ്പന്തൽ, തിരുമുറ്റം, വിശ്രമകേന്ദ്രം എന്നിവയാണ് ദേവസ്വം ബോർഡ് പണി കഴിപ്പിച്ചത്. ദേവസ്വം ബോർഡ് അംഗം PK കുമാരൻ XMLA വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം S ഹരിദാസ്, ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ G മുരളീകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS സജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ മധു, ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ, സെക്രട്ടറി സോമസുന്ദരപിള്ള എന്നിവരും സംബന്ധിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ്, ആത്മാർത്ഥമായ
സഹകരണം കൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി തന്നെ പണികഴിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇന്നും മുൻകാലങ്ങളിലും നല്ലവരായ നിങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് ലഭിക്കുന്നുണ്ട്. പെരുന്നാട് ശ്രീ ധർമ്മശാസ്താവിനെ കുറിച്ച് പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ രചിച്ച ഓഡിയോ CD പെരുന്നാട് സബ് ഇൻസ്പെക്ടർ S സദാശിവന് നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം A സരിദാസ് നിർവഹിച്ചു. സിറ്റി ന്യൂസ് റാന്നി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും എക്സൈസ് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന യുവജാഗ്രതാ യാത്ര റാന്നിയിലെത്തി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ജാഥാംഗങ്ങൾ അവതരിപ്പിച്ച കേരളത്തിന്റെ കരള് കാക്കാൻ എന്ന നാടകം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന യുവ ജാഗ്രതാ യാത്ര റാന്നിയിലെത്തി. റാന്നി ഇട്ടിയപ്പാറയിലെത്തിയ സംഘം മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും എതിരെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ മൂലം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെക്കുറിച്ചും രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന കലാശില്പങ്ങൾ അവതരിപ്പിച്ചു. കേരളത്തിന്റെ കരൾ കാക്കാൻ എന്ന നാടകമാണ് അവർ അവതരിപ്പിച്ചത്. ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കി അവതരിപ്പിക്കപ്പെട്ട നാടകത്തിൽ 11ഓളം കലാകാരന്മാരാണ് അഭിനയിച്ചത്. മദ്യപാനം ഒരു കുടുംബത്തിനും സമൂഹത്തിനും വരുത്തിവയ്ക്കുന്ന വിപത്തുകളായിരുന്നു ഇതിവൃത്തം. പൊട്ടിയൊലിച്ചൊഴുകിയ ചോര നുണഞ്ഞു മത്തുകളി വേദന കൊണ്ട് പുളഞ്ഞുള്ള അവന്റെ നിലവിളി ഞങ്ങൾക്ക് മരമായിരുന്നു. പരതന്നൂർ ഷമീർ രചനയും സംവിധാനവും നിർവഹിച്ചു. ജനുവരി 18 തീയതി യാത്ര തിരിച്ച ജാഥ 21 തീയതി സമാപിക്കും. സിറ്റി ന്യൂസ് റാന്നി. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്,
മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. 68ാമത് റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തിന് ഫെബ്രുവരി 16-ന് തുടക്കം കുറിക്കും. 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 68ാമത് റാന്നി ഹിന്ദുമത മഹാസമ്മേളനം ഫെബ്രുവരി 16 മുതൽ 23 വരെ നടക്കുമെന്ന് തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് ഭാരവാഹികൾ റാന്നിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 16-ന് രാവിലെ 10:00 പരിഷത്ത് പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി ധ്വജാരോഹണം നടത്തും. ഉച്ചയ്ക്ക് 2:30 ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ സത്സംഗം നടക്കും. വൈകിട്ട് 4:30 സംസ്ഥാന ആഭ്യന്തര ഉപമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തൃശൂർ സ്വാമിയാർ മഠം ശ്രീമദ് ബ്രഹ്മാനന്ദ ശങ്കരാനന്ദ ഭൂതി മൂപ്പിൽ സ്വാമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ സന്യാസി ശ്രേഷ്ഠന്മാർ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പരിഷത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് തൃശൂർ സ്വാമിയാർ മഠം മഠാധിപതി മൂപ്പിൽ സ്വാമിയാണ്. അധ്യക്ഷത വഹിക്കുന്നത് കേരള ആഭ്യന്തര ഉപമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യപ്രഭാഷണം കുമ്മൻ രാജശേഖരൻ. തുടർന്നുള്ള സമ്മേളനങ്ങളിൽ പുത്തിൽ ചൈതന്യ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ പ്രഗത്ഭരായ സന്യാസി, സാമൂഹിക സേവനങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരുടെ പ്രഭാഷണങ്ങളുണ്ടായിരിക്കും. സമാപന ദിവസം അമൃതാനന്ദ മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണാനന്ദ സ്വാമി നയിക്കുന്ന സർവീശ്വരി പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. 68ാമത് സമ്മേളനത്തിനനുബന്ധിച്ച ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പരിഷത്ത് പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി PA ബാലകൃഷ്ണപിള്ള, ട്രഷറർ TC കുട്ടപ്പൻ നായർ, സെക്രട്ടറിമാരായ TS കുട്ടപ്പൻ നായർ, ശ്രീനി ശാസ്താംകോവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. 47ാമത് റാന്നി ജ്ഞാനായ കൺവെൻഷന്റെ 2ാം ദിവസമായ തിങ്കളാഴ്ച ഫാദർ ഗീവർഗീസ് നടുമുറി പ്രസംഗിച്ചു. 100 കണക്കിന് വിശ്വാസികളാണ് വചനപ്രഘോഷണം കേൾക്കാൻ കൺവെൻഷൻ നഗറിലെത്തുന്നത്. ഒരുവൻ വചനത്താൽ മാംസം ധരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വചനത്തിന്റെ ചൂട് അവന്റെ ജീവിതത്തിൽ അറിയപ്പെടണം. കന്യകയുടെ ജീവിതത്തിൽ ദൂതൻ വഴി അറിയപ്പെട്ട സന്ദേശം വചനം അത് ചൂടഴിഞ്ഞപ്പോൾ അവൾ എന്താണ് പറയുന്നത്? ഇതാ ദാസി. വചനം മാംസം ധരിക്കപ്പെട്ട് ഒരു വ്യക്തിയിൽ ദൈവവചനം മാംസം ധരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ ആരായിത്തീരുകയാണ്? അവൾ പറയുന്നു, ഇതാ ദാസി, അവന്റെ വചനം എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ, നിറവേറ്റപ്പെടട്ടെ. വചനത്തിന്റെ ചുരു കഴിഞ്ഞ് അതിനാൽ മാംസം ധരിക്കപ്പെട്ടവൾ പറയുകയാണ്, ദൈവം ആരാണ്? ദൈവം സർവശക്തനാണ്. വാത്സല്യമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം 12 വയസ്സുള്ള പെണ്ണാണ് പറഞ്ഞത്, 13 വയസ്സിലേക്ക് കയറുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്. ദൈവം ആരാണ്? സർവശക്തനാണ്. എന്റെ ദൈവം സർവശക്തനാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ദൈവം സർവശക്തനാണെന്ന് തന്റെ അടുത്തോടെ പറയുന്നവരുണ്ടെങ്കിലോ ദൈവത്തിക്ക് അവിടെ എവിടെയൊക്കെ കുറച്ച് കൈ പൊങ്ങിയിട്ടുണ്ട്. ദൈവം ആരാണ്? സർവശക്തൻ. ആ മനസ്സിലുള്ളവരെ, സുറിയാനി സഭാപിതാക്കന്മാർ ഒരു സത്യക്രിസ്ത്യാനി ഒരു ദിവസം കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഈ സത്യം പ്രഖ്യാപിക്കണമെന്ന് നിർബന്ധപൂർവം പഠിപ്പിക്കുന്നുണ്ട്. ചൊല്ലുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാ? രാവിലെയും വൈകിട്ടും യാമ പ്രാർത്ഥനകൾ തികച്ച് നമ്മൾ എന്ത് ചൊല്ലുകയാണ്? സർവശക്തിയുള്ള പിതാവായ ദൈവമേ, നീയാണ് ആകാശം വിരിച്ചത്, നീയാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്, നീയാണ് ഈ സകല രാജ്യങ്ങളെയും സൃഷ്ടിച്ചത്. എന്തിന്? എനിക്ക് അതിന്മേൽ എന്ത് വന്നിരിക്കുകയാണ്? ആധിപത്യം. അങ്ങനെ
ചുമ്മാ ഒരു കോടിലിരുന്ന് അറിഞ്ഞില്ലാതായി ആകാശത്തിന്റെ ഭൂമിയുടെ താഴെ ഇത് ചൊല്ലി തീർന്നിട്ട് യാതൊരു വിശേഷവും ഇല്ല. സിസ്റ്റർ ഹാത്തുണ ഫൗണ്ടേഷൻ, PJT ട്രസ്റ്റ്, മർത്തോമ മെഡിക്കൽ മിഷൻ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 23-ാം തീയതി പകൽ 1 മണി മുതൽ വൈകിട്ട് 4 മണി വരെ PJT ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും രോഗികളെ പരിശോധിക്കുകയെന്ന് ഹാത്തുണ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മന്ദമരുതി സ്വതന്ത്ര മോട്ടോർ ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ 10ാമത് വാർഷിക സമ്മേളനം 2014 ജനുവരി 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മന്ദമരുതിയിൽ നടക്കും. പൊതുസമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് MM മാത്യു മുരിയംകേരിൽ അധ്യക്ഷനായിരിക്കും. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മ ചെറിയാൻ, പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോർജ് തുടങ്ങിയവരും, ജനപ്രതിനിധികൾ, വിവിധ കക്ഷി നേതാക്കൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കും. മജീഷ്യൻ ജോജോ പത്തനംതിട്ടയുടെ മായാജാല പ്രകടനം, കോട്ടയം മാസ്റ്റേഴ്സ് വോയിസിന്റെ കരോക്കെ ഗാനമേള എന്നിവയും നടക്കും. പൊതുസമ്മേളനത്തിൽ വെച്ച് ചികിത്സാ ധനസഹായ വിതരണവും നടക്കും. നിര്യാതരായി. റാന്നി ഐത്തല തുണ്ടിയിൽ പരേതനായ ഏബ്രഹാമിന്റെ ഭാര്യ മേരിക്കുട്ടി ഏബ്രഹാം നിര്യാതയായി. 85 വയസ്സായിരുന്നു. മൃതദേഹം 22-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പാലച്ചുവട്ടിൽ തോമസ് കുട്ടിയുടെ ഭവനത്തിൽ കൊണ്ടുവരുന്നതും തുടർന്ന് 12:30 ഐത്തലയിലുള്ള ബേബിയുടെ ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 4 മണിക്ക് ഐത്തല സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ പള്ളിയിൽ സംസ്കാരം നടത്തുന്നതുമാണ്. ലീലാമ, ബേബി, അനിയൻ, ആലീസ്, തോമസ് കുട്ടി, സോമൻ, ഓമന എന്നിവർ മക്കളും, മോളി, അമ്മുക്കുട്ടി, ലൗലി, വത്സ, രാജു, പരേതരായ കുഞ്ഞുമോൻ, കുര്യൻ എന്നിവർ മരുമക്കളുമാണ്. റാന്നി ഐത്തല ചെരിക്കലേത്ത് പരേതനായ പാപ്പൻ എബ്രഹാമിന്റെ ഭാര്യ മറിയാമ്മ മാർത്താമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പരേത മേലേപ്പറമ്പിൽ കുടുംബാംഗമാണ്. പരേതനായ കുഞ്ഞുമോൻ, ശോശാമ്മ, മോനച്ചൻ എന്നിവർ മക്കളും, പരേതനായ ബാബു, സുനിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി പുതിയ മാർഗരേഖ പുറത്തിറക്കി. ദയാഹർജി തീർപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ വധശിക്ഷ റദ്ദാക്കാൻ കഴിയുമെന്ന് സുപ്രീം കോടതി. പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശം ശരിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും രമേശ് ചെന്നിത്തല. ശബരിമല വികസനം 2014 ഒക്ടോബർ മാസത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം PK കുമാരൻ. റാന്നി ഹിന്ദുമത മഹാസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഫെബ്രുവരി 16 മുതൽ 23 വരെയാണ് കൺവെൻഷൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.